ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരാസ് റെസിപ്പീസ്. അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് മേത്തിൽ ചിക്കനാണ്, അതായത് ഉലുവ ചീര ഇട്ടുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് നമുക്കിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. തൊലിയും മറ്റും നമ്മളുടെ എല്ലോട് കൂടിയതാണ്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നമ്മളുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 2 ടീസ്പൂണോളം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി നമുക്കത് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പം അതുവരെ നമ്മളുടെ എന്താ പറയുക, ഉലുവച്ചീര അത് പൊട്ടിച്ചെടുക്കാം. അപ്പം ഇവിടെ 1 കെട്ട് ഉലുവച്ചീരയാണ് എടുത്തേക്കണത്. കാരണം അത് വെന്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ 1 കിലോന് നമ്മൾ 1 കെട്ട് ഉലുവച്ചീര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് അത് ചേർത്ത് അതിൻ്റെ ഇലയെല്ലാം പൊട്ടിച്ചെടുക്കാം. 1 കെട്ട് എടുത്തിട്ടുണ്ട് ഉലുവച്ചീര. അപ്പം നമുക്കതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം. പൊട്ടിച്ചിട്ട് നമുക്കതൊരു 2-3 ടൈമെങ്കിലും കഴുകിയെടുക്കണം. കാരണം ഉലുവച്ചീരക്കകത്ത് ഒരുപാട് മണ്ണ്, ചില സമയത്തൊക്കെ ഒത്തിരി മണ്ണുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളത് ഒരു 2-3 ടൈമെങ്കിലും നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കണം. അപ്പം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇലക്കറിയാണല്ലോ, അപ്പം അതുകൊണ്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊരു 2-3 ടൈമായിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. കാണുമ്പോൾ കുറച്ചുണ്ടെങ്കിലും അത് വെന്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒരു ഇച്ചിരിയെ കാണും. 1 കെട്ട് ഉലുവച്ചീരയെല്ലാം നമ്മൾ ഈ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കുറച്ചേ കാണും. അപ്പം നമ്മൾ അതിൻ്റെ ഇല മാത്രമല്ല, ഇലയും നേരിയ തണ്ടും മാത്രം അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നുള്ളു. ഇവിടെ നമ്മളൊരു 2-3 ടൈം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ ഉലുവച്ചീര ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പറ്റിച്ചതൊന്ന് ഡ്രൈ ആക്കി എടുക്കാനാണ്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അതിൻ്റെ എന്താ പറയുക, നമ്മളുടെ ആ ഉലുവച്ചീരക്കകത്ത് ഒത്തിരി വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം എല്ലാം പോണ വരെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇവിടെ ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. കണ്ട, കുറച്ചേ കാണും. നമ്മൾ 1 കെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രേ കാണും. ഇനി നമുക്ക് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ എന്താ പറയുക, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ജാതിപത്രി, പിന്നെ നമ്മളുടെ കറുവപ്പട്ടയുടെ ഇല അതുകൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അതിലേക്ക് 2 വലിയ സവാള നമ്മൾ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നന്നായിട്ട് നമുക്കത് ഇളക്കിയെടുക്കാം.
സവാള ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവട്ടെ. അപ്പം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മുടെ എന്താ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതായത് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. പൊടികളായാലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണെങ്കിലും നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ നമുക്ക് മാരിനേറ്റ് ചെയ്യുന്ന ടൈം ഇട്ടിട്ടുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ സവാള മൂപ്പിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടെ. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു നല്ലൊരു കളറും കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾക്ക് 2 മീഡിയം സൈസ് തക്കാളി നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് നമുക്ക് ആ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയി നന്നായി നമുക്കത് കുക്കായി വന്ന ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ആ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വരണ വരെ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം തക്കാളി. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് വരുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് കൂടെ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ആ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ആ ചിക്കനിൽ നിന്ന് കുറച്ച് എന്താ പറയുക മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം വരെ നന്നായിട്ട് അതൊന്ന് ഇളക്കി. കാരണം നമ്മൾ തൊലിയോട് കൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പം അതിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം ചേരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അധികം വെള്ളം ചേർക്കണില്ല. ജസ്റ്റ് ഒന്ന് അത് മാരിനേറ്റ് ചെയ്ത നമ്മളുടെ പാത്രം ഉണ്ടല്ലോ അതിൽ ഒന്ന് കുറച്ച് നമ്മൾ വെള്ളമേ ചേർക്കണില്ല. ഇതിൽ നമ്മൾ അധികം വെള്ളം ചേർത്ത് കൊടുക്കണില്ല. കാരണം ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇനി അതിൽ നമ്മൾ മസാലയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമില്ല, ഒരു സ്വല്പം ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പ് ചേർത്തല്ല. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കണുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണുള്ളൂ. നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെള്ളം വെച്ച പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഇട്ടു. അപ്പം അതിൽ നമ്മളുടെ മസാലയെല്ലാം ഉള്ളത് അതും കൂടി പോരുമല്ലോ. അപ്പം അങ്ങനെ ഇട്ടിട്ട് ഇനി നമുക്കതൊരു മൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് സ്ലോ ഫ്ലെയിം വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടക്കൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണ്ട്. ഉണ്ടാ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ചിക്കനിൽ നിന്നെല്ലാം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഉലുവച്ചീര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അത് മൂടിയിട്ട് വെക്കാം. അപ്പം നമ്മളുടെ
മേത്തി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലപ്പൊടി ചേർത്തിട്ടുണ്ടായില്ല. അപ്പം ലാസ്റ്റാണ് നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ചീര ഇട്ടിട്ടുള്ള മേത്തി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.